ഇന്നത്തെ വീഡിയോയിൽ ഫ്രിക്ഷൻ എന്താണെന്നും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്നാൽ എന്താണ്? മലയാളത്തിൽ ഘർഷണം എന്ന് പറയുന്നത് പോലെ ഫ്രിക്ഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയണം. ഇപ്പോൾ ഫ്രിക്ഷൻ നിങ്ങൾക്കറിയാം, ഘർഷണമാണ് അല്ലേ? നമുക്ക് ഒരു വസ്തുവിനെ തള്ളി നീക്കാൻ കഴിയാതെ വരുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് പ്രധാനമായി. ഇവിടെ ഒരു ബോഡി വച്ചിട്ടുണ്ട്. ഈ ബോഡിയെ തള്ളി നീക്കി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ആദ്യം കുറച്ച് പ്രയാസം നേരിടും, കാരണം സർഫസിൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഈ സർഫസിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ ഗ്രീസോ അങ്ങനെ എണ്ണയോ ഒഴിച്ചിട്ടാണ് തള്ളുന്നതെങ്കിൽ ഈസി ആയിട്ട് ഇത് മൂവ് ചെയ്യും, കാരണം അപ്പോൾ ഫ്രിക്ഷൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ഈ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. അപ്ലൈഡ് ഫോഴ്സ് ഈ ദിശയിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് ആദ്യം മൂവ് ചെയ്യുന്നില്ല, കാരണം ഈ രണ്ട് സർഫസിനിടയിൽ, ഇതിൻ്റെ സർഫസിനും ഇതിൻ്റെ സർഫസിനും ഇടയിൽ ഈ ഭാഗത്തായി ഫ്രിക്ഷണൽ ഫോഴ്സ് എതിർ ദിശയിൽ ആക്ട് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് വിളിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എതിർ ദിശയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഫ്രിക്ഷനെക്കുറിച്ച് ആദ്യം അറിയേണ്ട ഒരു വാചകം, ഇറ്റ് ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്. ഇറ്റ് ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്. ഫ്രിക്ഷൻ ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്. അതെപ്പോഴും ആക്ട് ചെയ്യുന്നത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ശരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ്ങുമാണ്, മാത്രമല്ല ഇതൊരു ടാൻജൻഷ്യൽ ഫോഴ്സാണ്. ഈ സർഫസുകൾക്ക് ഇടയിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. ഇടയിലൂടെ ഈ സർഫസിന് പാരലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് എന്നും വിളിക്കും. ടാൻജൻഷ്യൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകളാണ്: ഇറ്റ് ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്, ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഈ രണ്ട് വാക്കുകളും ഓർത്തിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് റെസ്റ്റിലാണ്. ആദ്യം നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, മൂവ് ചെയ്യുന്നില്ല അല്ലേ? കാരണം നിങ്ങൾക്കറിയാം, ഈ ബോഡിക്ക് ഒരു വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, mg വെയിറ്റ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് തിരിച്ചൊരു റിയാക്ഷൻ ഈ ബോഡിയിലേക്ക് ലഭിക്കുന്നുണ്ട്. ആ റിയാക്ഷനെ നമുക്ക് എൻ എന്ന് വിളിക്കാം. എൻ. റിയാക്ഷനും വെയിറ്റും എപ്പോഴും സ്ട്രെയിറ്റ്, അതായത് ഇതിനിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രീസ് ആയിരിക്കും. കറക്റ്റ് ഓപ്പോസിറ്റാണ്. വെയിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് സാധാരണ പറയാറുണ്ട്, കാരണം ഇത് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഈ ദിശയിൽ അപ്ലൈ ചെയ്യുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ദിശയിൽ അപ്ലൈ ചെയ്യുന്നു. ആ ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത് മൂവ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് വരെ ആദ്യം നമ്മളിതിനങ്ങോട്ട് തള്ളുന്നു. അങ്ങനെ ആലോചിച്ചു, ഇതിനങ്ങോട്ട് തള്ളുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യുന്നില്ല. നമ്മൾ ചില മേശയൊക്കെ തള്ളാറുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പോഴാണിത് ഒരു പ്രത്യേക സമയമാകുമ്പോൾ മൂവ് ചെയ്ത് തുടങ്ങുന്നത്. അതുവരെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. അപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങുന്നത് വരെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ ഫ്രിക്ഷനെ എഫ് എന്ന് സൂചിപ്പിക്കാറ്. ഒരു ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് വെൻ ദി ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ളപ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം റെസ്റ്റ് എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് വെൻ ദി ബോഡി ഈസ് അറ്റ് റെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെൻ ദി ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ശരിക്കും നമ്മൾ ഈ ബോഡിയെ
തള്ളി തള്ളി ഒരു പ്രത്യേക പൊസിഷൻ ആകുമ്പോൾ ഇത് മൂവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് ഇതിൻ്റെ ഒപ്പോസിഷൻ, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. നമ്മൾ തള്ളുന്നു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നു, വീണ്ടും തള്ളുന്നു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി ഒന്ന് അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിട്ട് നമ്മൾ ഇതിനെ മൂവ് ചെയ്തങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ആക്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ സാധാരണ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ FS മാക്സ് എന്ന് വിളിക്കും. മാക്സ് മുകളിൽ എഴുതും, FS മാക്സ്. കാരണം മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് അർത്ഥം. മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ദി മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതും ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമമാണിതെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പറയുമ്പോൾ ചില പ്രധാന ഘടകങ്ങളെ ഇത് ആശ്രയിക്കുന്നതാണ്. ഇറ്റ് ഡിപ്പെൻസ്. ചില പ്രധാന ഘടകങ്ങളെ ആശ്രയിക്കുന്നതാണ്. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ലോസ് എന്ന് വിളിക്കും. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഈ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS മാക്സ് എപ്പോഴും പ്രൊപ്പോർഷണൽ ടു മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നോർമൽ റിയാക്ഷൻ നമ്മൾ സാധാരണ പറയുള്ളൂ. ഓപ്പോസിറ്റായിട്ട് വരുന്നതായതുകൊണ്ട് നോർമൽ റിയാക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ FS മാക്സ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതൽ ആക്ട് ചെയ്യും. വെയിറ്റ് കുറവാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറച്ചേ ആക്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റും. FS മാക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതും. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തിട്ടാണ് മാറ്റുന്നത്. ദാറ്റ് ഈസ് യൂഷ്വലി റിട്ടേൺ ആസ് μs ഇൻറ്റു n. ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n ഈസ് ഈക്വൽ ടു അവിടെ mg ആണ്, അല്ലേ? വെയിറ്റിന് തുല്യമാണ് mg. n ഈസ് ഈക്വൽ ടു mg ആണ്. അപ്പോൾ FS മാക്സ് ഈസ് ഈക്വൽ ടു μs ഇൻറ്റു n. ഈ റിലേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു μs ഇൻറ്റു n. ഓർ ഇതാണ് ഫസ്റ്റ് ലോ. ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഒന്നാമത്തെ ലോയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഒന്നാമത്തെ ലോയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇത് എഴുതണം പരീക്ഷയ്ക്ക്. നമ്പർ 2, ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇപ്പോഴും ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ദിസ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ്. ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ആശ്രയിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഇങ്ങനൊരു ടേബിൾ ഇരിക്കുന്നു, ഇതൊരു വസ്തു ഇതിൻ്റെ മുകളിലിരിക്കുന്നു, ഒരു ബോഡി. സെയിം ടേബിൾ തന്നെ അപ്പുറത്തും ഇരിക്കുന്നു. ഈ ബോഡിക്ക് എത്ര വെയിറ്റ് ഉണ്ടോ ആ ബോഡി തന്നെ ഇപ്പുറത്തും ഇരിക്കുന്നു. പക്ഷേ അതിന് ഇത്രയും ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഇല്ല, ഇത്രയും ഏരിയ ഇല്ല. കോണ്ടാക്റ്റ് കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിനെ അമർത്തി റെഡിയാക്കി ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ശരിക്കും ഇതിന് രണ്ടിനും വെയിറ്റ് സെയിമാണ്. വെയിറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ നോർമൽ റിയാക്ഷനും സെയിം ആയിരിക്കും. നോർമൽ റിയാക്ഷൻ സെയിം ആയതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ഉള്ള ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സെയിം ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്.
സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ. ഏരിയയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് അതിൻ്റെ കൂടെ തന്നെ എഴുതാം. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ നോർമൽ റിയാക്ഷൻ. So limiting friction varies with the normal reaction എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വേരീസ് വിത്ത് നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, അത് ലോയിൽ വരണമെന്നില്ല, എങ്കിലും നമുക്ക് ഒരു നോട്ട് എന്നും പറഞ്ഞു വേണമെങ്കിൽ എഴുതാം. നോട്ട്: എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലേ, മ്യൂഎസ് എൻ ആയിരിക്കും. ഈക്വൽ ടു വരുമ്പോൾ അത് മാക്സിമമായി മാറും. എഫ്എസ് മാക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഈസ് ഈക്വൽ ടു മ്യൂഎസ് എൻ. എഫ്എസ് മാക്സ് ആകുമ്പോൾ ഇത്രയും വരും. എഫ്എസ് ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് നിൽക്കണം, അല്ലേ? ഞാൻ പറഞ്ഞത് ഇത് മാക്സിമം ആകുന്നത് എഫ്എസ് മാക്സ് ആകുമ്പോഴേ ഇത് മാക്സിമം ആകുമ്പോൾ ഈക്വൽ ടു ആയി മാറും. ഇതിൻ്റെ മാക്സിമം വാല്യൂ ഈക്വൽ ടു ആയിട്ട് മാറും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ ഇതെഴുതുക, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോൾ ഇതെഴുതുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതാണ്. അതിൻ്റെ ലോസ് വളരെ ഇമ്പോർട്ടൻറ്റ്, എക്സാമിനേഷന് ചോദിക്കുന്നത്. ഓക്കെ, സീ യു.